എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി പുട്ടിൻ്റെയും ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദോടുകൂടി തയ്യാറാക്കിയെടുത്ത ചെറുപയർ കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഈ ഒരു ചെറുപയർ കറി തയ്യാറാക്കിയെടുക്കാൻ നാളികേരം അരച്ച് ചേർക്കുകയും വേണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ. നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രാത്രി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ ചെറുപയർ കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനിതാ നമ്മൾക്കൊരു കുക്കർ എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ചെറുപയർ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി. അപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത, അതായത് പുളിയുള്ള തക്കാളി നോക്കിയിട്ട് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 4-5 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ 3-4 ചേർത്ത് കൊടുത്തോളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയ ജീരകം. 1/4 ടീസ്പൂൺ എടുത്തിട്ടില്ല, അതിലും താഴെയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ വരെ ആവാം കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഇതിപ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ചെറുപയറിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കുക്കറിനകത്ത് 3 വിസിൽ അത്രയും കേൾക്കുമ്പോഴേക്കും ചെറുപയർ നല്ലപോലെ വെന്ത് കിട്ടും. ഞാനിതൊന്ന് അടുപ്പത്തേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ കേട്ടപ്പോഴേക്കും നല്ലപോലെ ചെറുപയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുപയർ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുമ്പം ഈ രീതിയിലായിരിക്കണം ഇത് വെന്ത് കിട്ടേണ്ടത്. ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കറി റെഡിയാക്കി എടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ചേർത്ത് കൊടുക്കുക. ചെറുപയർ കറിയിൽ ഇതുപോലെ നാളികേരത്തിൻ്റെ കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ചെറുപയർ കറി കഴിക്കുമ്പം ഈ നാളികേരമൊക്കെ കടിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തു നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത് സൈഡിലേക്ക് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഇതിനകത്തേക്ക് ഒരു സവാള, ചെറിയൊരു സവാളയാണ്, അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ചേർക്കണം വെച്ചാൽ ആവാട്ടോ. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സവാള ഗോൾഡൻ കളർ ആവണ വരെ ഒന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടേ കാര്യമുള്ളൂ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. 2-3 വറ്റൽമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നാടൻ കറികളാണ് നമ്മുടെ ചാനലിൽ കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ലപോലെ സവാള വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചോളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറോടുകൂടി ഈ കറി കിട്ടണമെച്ചാൽ ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതൊന്ന് 2-3 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് അടച്ചു വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വച്ചിട്ട് തന്നെ മതി. ഒരു 3 മിനിറ്റ്. ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. തീ കൂട്ടി വെച്ചും കൊടുക്കരുത് കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ഈ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഒന്ന് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ ആവാട്ടോ. കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോലെ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.